സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് ഡേറ്റ് കൊടുക്കാത്ത സംവിധായകരെക്കുറിച്ചും അതുപോലെ മമ്മൂട്ടി മോഹൻലാൽ ഡേറ്റ് കൊടുക്കാത്ത സംവിധായകരെക്കുറിച്ചും അവരെ എടുക്കാത്ത സംവിധായകരെക്കുറിച്ചും അങ്ങനെയുള്ളൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നു. ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ഡേറ്റ് കൊടുക്കാത്ത സംവിധായകനാണെന്ന് ഐ വി ശശിയുടെ 4 പടത്തിൽ നസീർ സാർ ആദ്യകാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കുടുംബകഥയാണ്. ഐ വി ശശിൻ്റെ വേറിട്ട് നിൽക്കുന്ന സിനിമ. കാരണം ഐ വി ശശി അധികം പടം പോലത്തെ പടമാണ് എടുക്കൽ. മോശം സീന് കാണിക്കാത്ത ഒരു പടം ഐ വി ശശിക്കില്ല. പക്ഷെ നസീർ സാറിൻ്റെ 4 പടവും ക്ലീൻ ഇമേജുള്ള പടമാണ്. ഒരു യാതൊരു വിധത്തിലുള്ള അശ്ലീലങ്ങളില്ലാത്ത പടം, കുടുംബകഥ. അത് 4 പടം ഐ വി ശശിൻ്റെ നല്ലതുള്ളൂ. കാരണം ക്ലീനായിട്ട് എടുത്തത്. ബാക്കി എല്ലാത്തിലും കുടുംബ സദസ്സിന് കാണാൻ പറ്റാത്ത പടം. കുടുംബ സദസ്സുകൾക്ക് കാണാൻ പറ്റിയ 4 പടം നസീർ സാറിനെ വെച്ചിട്ടാണ്. ഒന്ന് അഞ്ജലി, ഇന്നലെ ഇന്ന്, ഹൃദയമേനി സാക്ഷി, അമർഷം. പിന്നെ നസീർ സാർ ഐ വി ശശിക്ക് ഡേറ്റ് കൊടുക്കാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അലാവുദ്ദീനും അത്ഭുത വിളക്കിൽ നസീർ സാറിൻ്റെ ഡേറ്റ് വാങ്ങി. പക്ഷെ നസീർ സാറിന് തച്ചുപൊളിയാൻ പോലും അഭിനയിക്കേണ്ട സമയമായതുകൊണ്ട് കുറച്ച് ഡേറ്റ് നീട്ടാൻ പറഞ്ഞു. അത് ഐ വി ശശി കേൾക്കാതെ കമലഹാസനെ നസീർ സാറിനോട് ചോദിക്കാതെ കമലഹാസൻ എടുത്തു. അല്ലെങ്കിൽ നസീർ രജനീകാന്ത് അഭിനയിക്കേണ്ട പടമാണത്. അങ്ങനെ കമലഹാസനോട് നസീർ സാറിനോട് ചോദിക്കാണ്ട് എടുത്തുകൊണ്ട് നസീർ സാറിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുക്കലേ ഇല്ല, മരിക്കുന്നവരെ കൊടുത്തില്ല. പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു സംവിധാനമാണ് പിന്നീട് കെ സേതുമാധവൻ. ആദ്യകാലത്ത് കുറേ പടത്തിന് നസീർ സാർ ഡേറ്റ് കൊടുത്തു. പിന്നെ അഴകുള്ള സീലിന എന്ന് പറഞ്ഞ പടം എടുത്ത് അത് നസീർ സാറിനെ ആ പടത്തിൽ അഭിനയിച്ചതിന് നസീർ സാറിന് കുറേ അന്നത്തെ നസീർ ഫാൻസ് നസീർ സാറിനെ കുറ്റപ്പെടുത്തി. അതെന്തിനാണ് അങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ട്. നസീറിൻ്റെ ഫാൻസുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പടം. അങ്ങനെ അവരെല്ലാം നസീർ സാറിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് സാർ ഇങ്ങനെയുള്ള പടത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത്. നസീർ സാറ് അങ്ങനെ അതിന് ശേഷം പിന്നെ കെ സേതുമാധവന് ഡേറ്റ് കൊടുത്തില്ല, അഴകുള്ള സീരിയനൊക്കെ ശേഷം. പിന്നെ നസീർ സാർ ഡേറ്റ് കൊടുക്കാത്ത പി എൻ മേനോൻ്റെ ആദ്യത്തെ പടം റോസി എന്നുള്ള പടത്തിൽ നസീർ സാറാണ് നായകൻ. അല്ലിയാമ്പൽ കടവിലിന്നരക്കുവള്ളം പിന്നെ നമ്മളൊന്നായി തുഴഞ്ഞല്ലോ കൊതുമ്പു വള്ളം നമ്മുടെ മനസ്സിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളമല്ല, കരിക്കിൻ വെള്ളം അങ്ങനെ തോന്നുന്നുണ്ട്. അല്ല, കരിക്കിൻ വെള്ളം തന്നെയാണെന്ന് അറിയില്ല, ശരിക്കും ഓർമ്മയില്ല. കരിക്കും വെള്ളം തന്നെ ആയിരിക്കും. കരിക്കും വെള്ളം എന്ന് പറയില്ലല്ലോ, കരിക്കിൻ വെള്ളം തന്നെ. അപ്പോൾ പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ തോണിയാന്നല്ല. അത് അഭിനയിച്ച ശേഷം പിന്നെ നസീർ സാറിൻ്റെ പി എൻ മേനോൻ്റെ ചില കാര്യങ്ങളിൽ അതൃപ്തി തോന്നി. ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. അങ്ങനെയുള്ള ആൾക്ക് നസീർ സാർ ഡേറ്റ് കൊടുക്കുന്നു. പിന്നെ ഡേറ്റിലാന്ന് പറയും. അതിനുശേഷം പി എൻ മേനോൻ നസീർ സാറിന് ശത്രുവായി മാറി. അതേപോലെ അടൂർ ഗോപാലകൃഷ്ണൻ നസീർ സാർ ഡേറ്റ് കൊടുക്കുകയല്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഫസ്റ്റ് പടത്തിന് സ്വയംവരത്തിൽ തന്നെ നസീർ സാർ ഡേറ്റ് കൊടുത്തില്ല. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ നസീർ സാറിൻ്റെ ശത്രുവായി. പിന്നെ നസീർ സാറ് ആയിട്ട് അത്ര ലോകിയല്ല. അതുപോലെ തന്നെ ജോൺ എബ്രഹാമിൻ്റെ ഒരു ദിവസം ഡേറ്റിന് നസീർ സാറിൻ്റെ വീട്ടിൽ പോയി. ജോൺ എബ്രഹാം വിചാരിച്ച് പോയ ഉടനെ നസീർ സാർ ഡേറ്റ് കൊടുക്കും. നസീർ സാർ ഡേറ്റ് കൊടുത്തില്ല. അതിനുശേഷം ജോൺ എബ്രഹാം ശത്രുവായി. പിന്നെ കെ ജി ജോർജിന് നസീർ സാർ ഡേറ്റ് കൊടുത്തിട്ടില്ല. ആദ്യം നെല്ലിൽ കെ ജി ജോർജ് നസീർ സാറിൻ്റെ നെല്ലിൽ സഹസംവിധായകനാണ്. പിന്നീട് സ്വതന്ത്ര സംവിധായകന സമയത്ത് നസീർ സാറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പോയത്. നസീർ സാർ ഡേറ്റ് കൊടുത്തില്ല. നസീർ സാർ അങ്ങനെയുള്ള പടത്തിലൊന്നും നസീർ സാർ അഭിനയിക്കുന്നത് അത് നസീർ സാർ കൊമേഴ്ഷ്യൽ സിനിമകളിൽ അഭിനയിക്കുന്നതാണ്. ഇവരെ ഈ അയഞ്ഞു നീങ്ങുന്ന പടത്തിലൊന്നും നസീർ സാർ അഭിനയിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. നസീർ സാറിന് അങ്ങനെയുള്ള പടം അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് കലക്ഷൻ നസീർ സാർ നോക്കും. നിർമ്മാതാവിന് നഷ്ടം വരാൻ പാടില്ല. അങ്ങനെയുള്ള പടത്തിൽ നസീർ സാർ ആ കാലത്ത് അഭിനയിച്ചിരുന്നത്. കെ ജി ജോർജിനും കൊടുക്കില്ല. പിന്നെ ക്രോസ് ബെൽറ്റ് പണിക്ക് നസീർ സാർ കൊടുക്കില്ല. അത് പിന്നെ ഒരു പ്രത്യേക തരം പടം എടുക്കുന്ന ആളാണ് ക്രോസ് ബെൽറ്റ് പണി. നസീർ സാറിൻ്റെ അടുത്ത് ഒരുപാട് പടത്തിന് ചാൻസിന് ഇത് പിന്നെ ഡേറ്റിന് പോയി നസീർ സാർ കൊടുത്തിട്ടില്ല. നീതിപീഠത്തിൽ നസീർ സാറിൻ്റെ അടുത്താണ് ആദ്യം പോയത്. നസീർ സാർ അഭിനയിച്ചില്ല. അങ്ങനെ മധുചേട്ടൻ അഭിനയിക്കും. ഇതൊക്കെയാണ് നസീർ സാർ ഡേറ്റ് കൊടുക്കാതെ. ഇനിയുണ്ട് ഒരുപാട് ഇങ്ങനെ നസീർ സാർ ഡേറ്റ് കൊടുക്കാത്ത സംവിധായകർ. ഇനി മമ്മൂട്ടിയുടെ കാര്യം പറയാം. മമ്മൂട്ടി ഐ വി ശശിക്ക് ആദ്യം തുടർച്ചയായിട്ട് ഐ വി ശശിയാണ് മമ്മൂട്ടിനെ വളർത്തിയത്. പിന്നീട് ഐ വി ശശിയെ മമ്മൂട്ടി നീലഗിരി എന്നുള്ള പടത്തിൽ തെറ്റി ഒരു ക്ലൈമാക്സ് പ്രശ്നത്തിൽ. ആ ക്ലൈമാക്സ് നീലഗിരി നസീർ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ശേഷം 10-15 വർഷത്തോളം ഡേറ്റ് കൊടുത്തില്ല. അവസാനം 15 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ താരാദാസ് ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ താരാദാസ് എന്ന പടത്തിന് കൊടുത്ത്.
അത് പൊട്ടിയ ശേഷം പിന്നെ മമ്മൂട്ടി ഡേറ്റ് പിന്നെ കൊടുത്തിട്ടേ ഇല്ല. മമ്മൂട്ടീൻ്റെ പിന്നാലെ വിശേഷം കുറേ നടന്നിട്ട് കൊടുത്തില്ല. പിന്നെ മമ്മൂട്ടി ഡേറ്റ് തീരെ കൊടുക്കാത്ത ആളാണ് പി ചന്ദ്രകുമാർ. പി ചന്ദ്രകുമാറിൻ്റെ ആദ്യകാലത്ത് മമ്മൂട്ടി ചാൻസ് വേണ്ടി പോകുന്ന കാലത്ത് ഏതോ 1-2 പടത്തിൽ അഭിനയിച്ചിട്ട് പി ചന്ദ്രകുമാറിനെ കാണാൻ പോയാലും പി ചന്ദ്രകുമാർ മമ്മൂട്ടിയെ 1-2 മണിക്കൂർ അവിടെ ഇരുത്തി കാണാതെ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് മമ്മൂട്ടി പ്രശസ്തനായ സമയത്ത് പി ചന്ദ്രകുമാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടേ ഇല്ല. പിന്നെ മമ്മൂട്ടി ഡേറ്റ് പിന്നെ കൊടുക്കാത്ത ജോഷിയായിട്ട് തെറ്റി. ജോഷിയാണ് മമ്മൂട്ടിനെ ഔട്ടാകുന്നിടത്ത് തിരിച്ചു കൊണ്ടുവന്നത്. ഏത് ന്യൂഡൽഹിയിലൂടെ. സത്യത്തിൽ ന്യൂഡൽഹിയിൽ ത്യാഗരാജനുള്ളതുകൊണ്ടാണ് ന്യൂഡൽഹി വിജയിച്ചത്. തമിഴിൽ ത്യാഗരാജൻ കത്തി നിൽക്കുന്ന സമയത്താണ് മലയാളത്തിലേക്ക് ത്യാഗരാജൻ അഭിനയിക്കുന്നത് പറഞ്ഞത്. പിന്നെ ത്യാഗരാജൻ്റെ സേലം വിഷ്ണുവാണ് അതിൽ ഷൈൻ ചെയ്ത്. സേലം വിഷ്ണുവിനെ കാണിക്കുമ്പോൾ അന്ന് കൈയടിച്ച് ഒരു സ്വിമ്മിങ് പൂളിനായിട്ട് ഇങ്ങനെ കയറി വരുന്ന സീനായിട്ടാണ് അത് കാണിക്കുമ്പോൾ അന്ന് കൈയടി ഭയങ്കര. പിന്നെ അങ്ങനെയല്ലാതെ ന്യൂഡൽഹി വിജയിച്ചത്. അതിന് ത്യാഗരാജനൊന്നും ഇല്ലെങ്കിലും പോലും മമ്മൂട്ടി അങ്ങ് ന്യൂഡൽഹി വിജയിക്കൂല. കാരണം മമ്മൂട്ടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് ന്യൂഡൽഹി കാണാൻ ആളുകൾ കൂട്ടാക്കൂല. അപ്പോൾ ഇതിൽ ത്യാഗരാജൻ്റെ റോളിലാണ് കൈയടി. അങ്ങനെ ത്യാഗരാജനെ ഫസ്റ്റ് തന്നെ കുറേ ചങ്ങലയിലിട്ടിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് കൈയടി. അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ത്യാഗരാജൻ ഇങ്ങനെ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ത്യാഗരാജൻ തമിഴിൽ നല്ല മാർക്കറ്റുള്ള സമയമാണ്. പിന്നെ അതിൽ ശരിക്കും നല്ല റോളും ത്യാഗരാജൻ്റെ തന്നെയാണ്. അത് ഹിന്ദിയിലെടുക്കുമ്പോൾ ജിതേന്ദ്രൻ്റെ എടുക്കുമ്പോൾ ത്യാഗരാജൻ്റെ റോള് രജനീകാന്ത് അഭിനയിക്കാമെന്ന് പറഞ്ഞു. ആ പടത്തിൽ ത്യാഗരാജൻ്റെ റോളിൽ ഞാൻ എടുത്തോളാം രജനീകാന്ത് പറഞ്ഞു. പക്ഷെ അതിൽ ഈ മലയാളത്തിൽ പൈസ ലാഭിക്കാൻ വേണ്ടി ജോഷി ഹിന്ദിയിലെടുത്തേറെ ജിതേന്ദ്രനെ വെച്ച് ബാക്കിയെല്ലാം മലയാള നടന്മാർ തന്നെ ഇട്ടേ. അല്ലെങ്കിൽ രജനീകാന്തിന് ഇഷ്ടപ്പെട്ടത് സേലം വിഷ്ണു. കാരണം ദളപതി പോലത്തെ ഒരു പടം തന്നെയാണ്. ദളപതിയിൽ രജനീകാന്ത് അഭിനയിച്ച റോളിലാന്ന് ന്യൂഡൽഹിയിൽ കണ്ടിട്ട് തന്നെയാണ് ദളപതി എടുത്തത്. കാരണം ന്യൂഡൽഹിയിൽ മമ്മൂട്ടി ത്യാഗരാജനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയക്കുന്നതാണ്, വില്ലന്മാരെ തല്ലാനും അടിക്കാനല്ലോ. അതേപോലെ തന്നെയാണ് പിന്നെ ദളപതിയിൽ മമ്മൂട്ടി രജനീകാന്തിനെ ഓരോ കാര്യത്തിൽ ഇന്നാളെ പോയി അടിക്ക്, ഇന്നാളെ പോയി എന്നെ ഓരോ കാര്യം പറഞ്ഞില്ല, ചീത്ത പറയാന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ കാര്യത്തിന് അയക്കുന്നത്. അപ്പോൾ അതിൽ ദളപതിയിൽ ആരാ നായകൻ? രജനീകാന്ത് അല്ലേ. സെയിം കഥ തന്നെയാണ് ന്യൂഡൽഹി. അതൊരു ചെറിയ മാറ്റം വരുത്തി ദളപതി ആക്കിയാണ്. അപ്പോൾ രജനീകാന്ത് അഭിനയിച്ച റോളിൽ ദളപതിയിൽ അഭിനയിച്ച റോളിലാണ് ന്യൂഡൽഹിയിൽ ത്യാഗരാജൻ. മമ്മൂട്ടി ദളപതിയിൽ മമ്മൂട്ടി തന്നെ ആ റോൾ തന്നെ, ന്യൂഡൽഹിയിലും അതേ റോൾ തന്നെ. സത്യത്തിൽ മമ്മൂട്ടി ദളപതിയിലെ നായകനല്ല, ന്യൂഡൽഹിയിലും നായകനല്ല. ദളപതിയിൽ രജനീകാന്ത് നായകൻ, പിന്നെ ന്യൂഡൽഹിയിൽ ത്യാഗരാജൻ നായകൻ. ഇതാണ് സംഭവം. അങ്ങനെ ന്യൂഡൽഹി വിജയിച്ചത്. മമ്മൂട്ടി ഫാൻസ് പറയും ന്യൂഡൽഹി ഭയങ്കര, ത്യാഗരാജനെ പറയില്ല, ത്യാഗരാജനാണ് അതിൻ്റെ വിജയശില്പി. പിന്നെ മമ്മൂട്ടി തെറ്റാനുള്ള ഒരു കാരണക്കാരൻ സാജനാണ്. സാജൻ്റെ ആദ്യത്തെ പടത്തിലെല്ലാം അഭിനയിച്ച് പിന്നെ സാജൻ്റെ പടം പൊട്ടാന്ന് തുടങ്ങിയാൽ സാജന് പിന്നെ ഡേറ്റ് കൊടുക്കലേ ഇല്ല മമ്മൂട്ടി. പിന്നെ ഒരു മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാത്ത നടനാണ് സംവിധായകൻ പി ജി വിശംബരൻ. പി ജി വിശംബരൻ 10 പടം എടുത്താൽ 2 പടം വിജയിക്കും, 8 പടം പൊട്ടും. പിന്നെ മമ്മൂട്ടി എങ്ങനെ ഡേറ്റ് കൊടുക്കാനാണ്? മമ്മൂട്ടി ആ സ്റ്റേജ് മുന്നത്തരക്കനെ എടുത്ത് തല്ലിപ്പൊളി പടം എടുത്തിട്ട് പിന്നെ അതിനുശേഷം പി ജി വിശംബരൻ ഡേറ്റ് കൊടുക്കുകയല്ല. പിന്നെ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാത്ത ഒരാളാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ. അതിൻ്റെ ദേശം ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഓരോ പിന്നെ സ്റ്റേജിലും വന്നിട്ട് പറയും, ഈ മെഗായും സൂപ്പറും ഇവർ 2 പേരുമാണ് മലയാള സിനിമ തകർത്തത്. ഡേറ്റ് കൊടുക്കാത്ത ദേശത്തിന്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിച്ചേട്ടന് ഡേറ്റ് കൊടുക്കില്ല. അത് മമ്മൂട്ടിനെ ഇട്ടിട്ടൊരു പടം എടുത്ത് വിളി കേട്ടു എന്ന് പറഞ്ഞിട്ട് 1-2 ആഴ്ച കളിച്ചിട്ടില്ല പടം. തുഷാരമുതിരുന്നു ഭാവുകം തൊയിലുണർത്തുന്നു പുതുപണക്കാരനെ പോലെ. അടിപൊളി പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുതിയത്. പടം പൊട്ടി. അതിനുശേഷം മമ്മൂട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ വേറെ തമ്പി കണ്ണന്തരത്തിന് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കില്ല. ആ നേരം അത്ഭുതം വരുന്ന ഒരു പടം പൊട്ടിപ്പാളിച്ചതിന് ശേഷം പിന്നെ ഡേറ്റ് കൊടുത്തില്ല. തമ്പി കണ്ണന്താനം പറഞ്ഞു, ഞാൻ സിനിമയിൽ നിന്ന് ഔട്ടായാലും ഇനി മമ്മൂട്ടിനെ എടുക്കൂലെന്ന് തമ്പി കണ്ണന്താനം പറഞ്ഞു. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ കാര്യം പറയാം. മോഹൻലാൽ ഡേറ്റ് കൊടുക്കാത്ത സാജനായിട്ട് തെറ്റി ഗീത എന്നുള്ള പടത്തിൽ. അതായത് നല്ലൊരു ഡയലോഗ് മോഹൻലാലിന് വേണം. അത് മമ്മൂട്ടി പറഞ്ഞിട്ട് സാജനോട് പറഞ്ഞ ആ ഡയലോഗ് മോഹൻലാലിനെ കൊണ്ട് പറയിക്കണ്ടെന്ന് പറഞ്ഞു. ആ സീന് സാജൻ കട്ടാക്കി. അത് മോഹൻലാൽ അറിഞ്ഞ് മോഹൻലാൽ സാജനോട് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു, സാജ ഇനി നമ്മൾ തമ്മിൽ കാണൂലെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ സാജൻ ഡേറ്റ് കൊടുത്തില്ല. പിന്നെ ശശികുമാറിന് മോഹൻലാൽ ഡേറ്റ് കൊടുക്കില്ല.
ആദ്യം 2-3 പടം ശശികുമാറിൻ്റെ വിജയിച്ച് മോഹൻലാൽ ഇട്ടിട്ട് പിന്നെ എല്ലാം തുടർച്ചയായിട്ട് പൊട്ടാൻ തുടങ്ങി. ശശികുമാർ വിചാരിച്ച് നസീർ സാറിനെ പോലെ മോഹൻലാലിനെ പിടിച്ചിട്ട് കുറേ ഹിറ്റ് പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മൂപ്പര ആഗ്രഹം നടന്നില്ല. എല്ലാവരും നസീർ സാറല്ലല്ലോ. നസീർ സാറിന് ഇട്ടിട്ട് 10-51 പടം സൂപ്പർ ഡ്യൂപ്പറാക്കി ഹിറ്റാക്കി മൂപ്പർ വിചാരിച്ച് അതുപോലെ നമുക്ക് മോഹൻലാലിനെ ഇട്ടിട്ട് 10-50 പടം സൂപ്പർ ഹിറ്റാക്കാം. നോക്കുമ്പോൾ 3-4 പടം വിജയിച്ച ശേഷം പിന്നെ 10 പടം ആരും പൊട്ടി തുടർച്ചയായിട്ട്. ലാസ്റ്റ് പൊട്ടിയ ശോഭരാജ്. അതിനോട് ശശികുമാറിന് ഡേറ്റ് ഇല്ല എന്ന് മോഹൻലാൽ പറഞ്ഞു. ഇനി കടപ്പാടിൻ്റെ മേലെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ PG വിശ്വംഭരന് മോഹൻലാൽ ഡേറ്റ് കൊടുക്കില്ല. PG വിശ്വംഭരൻ ഒരു 86 PG വിശ്വംഭരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി ഫിലിം മാഗസീനിൽ. മമ്മൂട്ടിയോട് കിടപിടിക്കുന്ന ഒരു നടനും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് മോഹൻലാൽ വായിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം മോഹൻലാൽ ഡേറ്റ് കൊടുക്കുകയില്ല. പിന്നെ JCക്ക് മോഹൻലാൽ ഡേറ്റ് കൊടുക്കില്ല. കാരണം മോഹൻലാലിൻ്റെ ഒരുവിധം പടങ്ങളെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ JC ഇവിടെ എല്ലാവർക്കും സുഖം തോറ്റ് മോഹൻലാൽ ഇട്ടൊരു പടം എടുത്ത് പൊട്ടി പാളീസാക്കി. അതുവരെ മോഹൻലാലിൻ്റെ പടം ഇങ്ങനെ വിജയിച്ചുകൊണ്ട് പോകുമ്പോൾ JCൻ്റെ ഈ അഞ്ഞു നീങ്ങുന്ന പടം വന്നത്. പക്ഷേ അതിൽ നല്ല ദേവരാജ മാഷ് ലാസ്റ്റ് പിന്നെ കുറേ കാലം നിർത്തിയിട്ട് രണ്ടാമത് വന്ന സംഗീതം കൊടുത്ത പടമാണ് ദേവരാജ. നല്ല പാട്ടുണ്ട് അതിൽ. നല്ല പാട്ട് മറന്നുപോയി. നല്ല പാട്ടാണ് അത്. ആ ഒരു പാട്ട് മാത്രമേ അതിൽ ഉള്ളൂ നല്ലതായി. ദേവരാജ മാഷ് പിന്നെ ഈണം കൊടുത്ത ഒരു പാട്ടുണ്ടായി. പിന്നെ ആ പടം പൊട്ടി. അതിനുശേഷം കൊടുക്കാറില്ല. പിന്നെ മോഹൻലാൽ ഡേറ്റ് കൊടുക്കാത്ത IV ശശിക്ക് ശ്രദ്ധ എന്നുള്ള ലാസ്റ്റത്തെ പടം പൊട്ടി. അതിനുശേഷം പിന്നെ മോഹൻലാലിൻ്റെ പിന്നാലെ നടന്നിട്ട് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തില്ല IV ശശിക്ക്. അതുപോലെ അരിയറെ മോഹൻലാൽ എടുക്കുകയല്ല, തിരിച്ച് ഇങ്ങോട്ടും ഉണ്ട്. അരിയനെ അമൃതംഗമയ എന്നുള്ള പടം എടുത്ത ശേഷം പിന്നെ മോഹൻലാലിട്ടൊരു പടം എടുത്തിട്ടേ ഇല്ല. ലാസ്റ്റ് മോഹൻലാലിന് അരിയറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വടക്കുംനാഥൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞ് ഇത് ഈ പടം അരിയറിനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അരിയറിൻ്റെ അടുത്ത് ഒരു അരിയറും ചെയ്യില്ല എന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ ആഗ്രഹം അവിടെ പോയി. മോഹൻലാൽ പറഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടും കൂടി അരിയറിനെ എടുത്തിട്ടില്ല. ഈ പടം ഞാൻ സംവിധാനം ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനും ഡേറ്റ് കൊടുക്കാനില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖത്തിലെ പാട്ടിൽ ഇപ്പോൾ ഓർമ്മ കിട്ടി. നല്ല പാട്ടാണ് മോഹൻലാൽ. ദേവരാജ മാഷ് എത്ര മനോഹരം ഈ ഭൂമി സ്വപ്നത്തിലെഴുതി നല്ല പാട്ട്. ദേവരാജ മാഷ് തിരിച്ചു വരവ് നടത്തിയാണ് ആ പടത്തിലൂടെ. പക്ഷെ പടം പൊട്ടിയതുകൊണ്ട് അങ്ങനെ അരിയറ് എടുക്കല്ല. പിന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടന് മോഹൻലാൽ ഡേറ്റ് കൊടുക്കല്ല. പിന്നെ അതും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ദേഷ്യമാണ്. സ്റ്റേജിൽ നിന്ന് പറയും മമ്മൂട്ടിനെ കൊണ്ട് പറഞ്ഞ വർത്തന ഈ മെഗായും സൂപ്പറും മലയാളം പടം നശിപ്പിച്ച് എന്നെല്ലാം പറയും. നസീർ സാറും ജയനെല്ലാം നല്ല ആൾക്കാരായിരുന്നു. പിന്നെ ഈ മമ്മൂട്ടി മോഹൻലാൽ അത് പടം തകർത്ത് എന്നെല്ലാം പറയും. മലയാള സിനിമ തകർത്ത്. പിന്നെ മോഹൻലാൽ എടുക്കാത്ത വേറൊരു ഡയറക്ടറാണ് KG ജോർജ്. മമ്മൂട്ടി ഒരു പടത്തിൽ KG ജോർജിനോട് പറഞ്ഞു ഈ പടം മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു. ഞാൻ അഭിനയിക്കുന്നില്ല, മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു. എന്നിട്ടും KG ജോർജ് മോഹൻലാൽ എടുത്തില്ല. പിന്നെ അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലായിട്ട് അത്ര നല്ലതല്ല. അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാൽ എടുക്കുകയല്ല. ഇതൊക്കെയാണ് സൂപ്പർ താരങ്ങളും സംവിധായകരും തമ്മിലുള്ള ദേഷ്യം. പിന്നെ ജോഷിയായിട്ട് മമ്മൂട്ടി തെറ്റിയിട്ടുണ്ട്. 2020 എന്നുള്ള പടത്തിലൂടെ തെറ്റി മമ്മൂട്ടി. 17 കൊല്ലമായി മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാത്ത. കാരണം അതിന് മോഹൻലാൽ പ്രാധാന്യം കൊടുത്തു. ഒരു ഇൻ്റർവെല്ലിന് അടുപ്പിച്ചിട്ട് ഒരു രംഗമുണ്ടല്ലോ, മോഹൻലാൽ മുണ്ടലം മടക്കി കുത്തിയിട്ട് അതിന് മമ്മൂട്ടിയോട് എന്തെല്ലാം ഡയലോഗ് പറയുന്നുണ്ടല്ലോ. അത് മമ്മൂട്ടി അതൊന്നും മമ്മൂട്ടി കഥയിൽ അറിയില്ല എങ്ങനെ സംഭവിക്കും. സിനിമ കാണുമ്പോൾ മമ്മൂട്ടി ഞെട്ടിപ്പോയി. ഇതെന്ത് സംഭവം, എനിക്ക് ഡയലോഗില്ല. മോഹൻലാൽ കുറേ ഡയലോഗും പറഞ്ഞിട്ട് പോയി. പിന്നെ മമ്മൂട്ടി ആ മനസ്സിൽ വെച്ച് 15 വർഷമായി ഡേറ്റ് കൊടുത്തിട്ടില്ല. ആ ജോഷിക്ക് വലിയ നഷ്ടമാണ്. മമ്മൂട്ടി എന്നെല്ലാം പകരം പിന്നെ മനസ്സിൽ വെച്ചിട്ട് പകരം വീട്ടും. അങ്ങനെ മമ്മൂട്ടിൻ്റെ സ്വഭാവം. എല്ലാ നടന്മാരും പകരം വീട്ടും. മോഹൻലാൽ സാജനോട് പകരം വീട്ടിയില്ല. നസീർ സാറ് വരെ ചിലപ്പോൾ മനസ്സിൽ വെച്ചിട്ട് ഡേറ്റ് കൊടുക്കാത്തില്ല. KC സേതുമാധവന് പിന്നെ ഡേറ്റ് കൊടുത്തിട്ടില്ല നസീർ സാർ അഴകുള്ള സിരീനയ്ക്ക് ശേഷം. ഓക്കെ.